ദിവസങ്ങൾ മെല്ലെ കടന്നു പോകുന്നതിനിടെ അപ്പു ബാങ്കിൽ ജോയിൻ ചെയ്തു. കാശിക്കൊപ്പം തന്നെയായിരുന്നു പോക്കും വരവുമൊക്കെ. അതുപോലെ ഒരുമിച്ചുള്ള പാചകവും അവധി ദിവസങ്ങളിലെ വീട് വൃത്തിയാക്കലും ഒക്കെയായി രണ്ടാളും ഒരുപോലെ തിരക്കിലായി. എങ്കിലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ജഗന്നാഥനെയും ദേവകിയെയും കാണാൻ പോയി. അതുപോലെ അമ്മയുടെ വീട്ടിൽ, മനുവിൻ്റെ വീട്ടിൽ ഒക്കെ പോയിരുന്നു. പിന്നെ ഇന്നും തെറ്റാതെ പോകുന്ന പതിവ് കാര്യം ഇടയ്ക്കിടെ അച്ഛനെ കാണാൻ പോവുക എന്നുള്ളതാണ്. ഉമ്മ പിന്നെ പ്രസവത്തിനായി അവളുടെ വീട്ടിലാണ്. അരുന്ധതിയും സേതുവും മിക്ക ദിവസങ്ങളിലും രാത്രി രാഗത്തിലേക്ക് വരും. ഇനിയിപ്പോൾ അറക്കൽ പോകാനും അവിടെ ഉള്ളവരെ കാണാനും ഒരു നീണ്ട അവധിക്കായി കാത്തിരിക്കുകയാണ് രണ്ടാളും. അപ്പോൾ ആഗ്രഹിച്ച പോലെ പഠനവും ജോലിയും, ഇതിലെല്ലാത്തിലുമുപരി എല്ലാ സമയവും അവൾക്കൊപ്പം എല്ലാത്തിനും കാശി കൂടെ ഉണ്ടെന്നുള്ള സന്തോഷവുമായി അപ്പോൾ ഈ ജീവിതം മനസ്സ് തുറന്ന് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. ഇതിനിടെ ഒരു കുഞ്ഞു എന്ന ആഗ്രഹം ഇരുവർക്കും ഉള്ളിൽ ഒരുപോലെ ഉടലെടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണു നിറയ്ക്കല്ലേടാ. അയ്യേ, എൻ്റെ കുറുമ്പി പാറുവിൻ്റെ കണ്ണു നിറഞ്ഞു. കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എല്ലാ മാസവും വിരുന്ന് വരുന്ന ചുവന്ന നിറം ഈ തവണയും കൂടെ വന്നതോടെ അപ്പുവിന് സങ്കടമായി. ആ സങ്കടം കാണാൻ വിഷമത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു, ഞാൻ ഈ മാസം ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു കാശിയേട്ടാ. വിതുമ്പലോടെ പെണ്ണ് അവൻ്റെ നെഞ്ചിൽ പതുങ്ങി. 2 മാസമേ ആയിട്ടുള്ളൂ നമ്മളൊരു വാവയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലാവർക്കും അത് സംഭവിക്കണം എന്നില്ല എൻ്റെ അപ്പൂട്ടാ. അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് കാശി പറഞ്ഞു. കാശിയേട്ടന് സങ്കടമില്ലേ? അപ്പോൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിന്? നമുക്കിടയിലേക്ക് ഒരാൾ എപ്പോൾ വരണമോ അതിനുള്ള സമയമാകുമ്പോൾ ആളെങ്ങ് വന്നേക്കും. അവളുടെ മുഖത്താകെ ചുംബനങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടവൻ പറഞ്ഞു. എന്നാലും ഞാനും ഒത്തിരി കൊതിച്ചു പോയിരുന്നു കാശിയേട്ടാ. അതുകൊണ്ടാവും എവിടെയൊക്കെയോ കുഞ്ഞൊരു സങ്കടം. പറഞ്ഞുകൊണ്ടവൾ വീണ്ടും നിറഞ്ഞ കണ്ണുകൾ കാശി കാണാതെ ഇരിക്കാൻ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു. അയ്യേ, ഈ കുറുമ്പി പെണ്ണ് ആ മൂക്കിൽ നിന്ന് വരുന്നതൊക്കെ പിഴിഞ്ഞ് എൻ്റെ ഷർട്ടിൽ തേക്കുവാണല്ലോ. പറഞ്ഞുകൊണ്ട് കാശി അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ മെല്ലെ അവളുടെ ചുമലിൽ തട്ടിക്കൊടുത്തു. അവളുടെ ചിന്തകളും മുഖത്തെ ഭാവങ്ങളും അവനല്ലാതെ മറ്റാർക്കാണ് മനസ്സിലാക്കുക? അപ്പുവേ, രണ്ടാളും രാവിലെ അങ്ങ് എത്തിയേക്കണം കേട്ടോ. ഉമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പുവിനോട് പറയണമെന്ന്. അമലിൻ്റെ മോൻ്റെ നൂലുകെട്ട് ചടങ്ങ് അടുത്ത ആഴ്ചയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് ക്ഷണിക്കാൻ വന്നതാണ് അവൻ. ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അമലേട്ടാ. അപ്പോൾ അതേക്കുറിച്ചും പറഞ്ഞിരുന്നു. അമലിനും കാശിക്കും ചായ കൊടുത്തിട്ട് അപ്പു നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. രാവിലെ 7 മണിക്ക് നമുക്ക് ഇവിടുന്ന് തിരിക്കണം. എങ്കിലേ 10 മണിക്ക് ചടങ്ങ് നടത്താൻ കണക്കിനങ്ങ് എത്താൻ പറ്റൂ. ചായ കുടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കൃത്യസമയത്ത് അങ്ങ് എത്തും അല്ലേ അപ്പു? ചോദിച്ചിട്ട് ചിരിയോടെ തലയാട്ടുന്നവളെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി. അപ്പോൾ ഞായറാഴ്ച രാവിലെ രണ്ടാളും അങ്ങ് എത്തിക്കൊള്ളണം. പോകാനിറങ്ങുമ്പോഴും അമൽ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ വന്നേക്കാമെടാ. അപ്പുവിനെ ചേർത്ത് പിടിച്ചു നിന്ന് കാശി പറഞ്ഞു. ഇത് നല്ല ഇലയുടെയാണ് അച്ചു. ഞങ്ങളുടെ ബാങ്കിനടുത്തുള്ള പോറ്റുമാമൻ്റെ കടയിലെ. അന്ന് കഴിച്ചപ്പോൾ നിനക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. പതുപോലെ ബാങ്കിൽ നിന്ന് വരും വഴി അച്ചുവിനെ കാണാൻ കയറിയ അപ്പു ബാഗിൽ നിന്ന് പൊതിയെടുത്ത് അച്ചുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അയ്യോ, നീ ഇന്നും ഇത് വാങ്ങിയോ? അപ്പു അന്നത്തെ ആ രുചി ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഇന്നും കൂടെ കൊതി തോന്നിയതേ ഉള്ളൂ. അപ്പു കൊടുത്ത പൊതി അഴിച്ചു അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തുറന്നു കടിച്ചിട്ട് അച്ചു പറഞ്ഞു. അച്ചുവേ, ഇതേ സാധനം തന്നെയല്ലേ കഴിഞ്ഞ ദിവസം അമ്മ ഉണ്ടാക്കി തന്നത്? കുഞ്ഞിച്ചക്കനെ ഒക്കത്ത് വെച്ച് അങ്ങോട്ട് വന്ന ഉമ്മ അച്ചുവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഏട്ടത്തി ഇതങ്ങ് കഴിച്ചു നോക്കിക്ക്, എന്തൊരു രുചിയാണെന്നോ. നല്ല നെയ്യും പഴവും ശർക്കരയും ഏലക്കയുടെയും ഒക്കെ ടേസ്റ്റ്. അമ്മമാർ ഉണ്ടാക്കിയിട്ട് ഇത്രയും രുചി വന്നില്ല. ആസ്വദിച്ച് കഴിക്കുന്നതിനിടെ അച്ചു പറഞ്ഞു. എനിക്ക് വേണ്ട എൻ്റെ അച്ചു, നീ കഴിക്ക്. അമ്മയുടെ പൊന്നുമണി അപ്പയുടെ കയ്യിൽ ഇരുന്നോ കേട്ടോ. അമ്മ ഇപ്പോൾ വരാം. പറഞ്ഞുകൊണ്ട് ഉമ്മ ഒരു ചിരിയോടെ കുഞ്ഞാപ്പിയെ അപ്പുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് പുറത്ത് കഴുകിയിട്ടിരുന്ന കുഞ്ഞിൻ്റെ തുണികൾ എടുക്കാൻ പോയി. അപ്പു, മോളെ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ കുഞ്ഞെ. അപ്പുവിന് ഒരു കട്ടൻ ചായയും കൊണ്ട് വന്ന ഉഷ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അതെനിക്ക് 2 ദിവസമായി വയ്യ ആൻറ്റി, അതുകൊണ്ടാണ്. അപ്പു അവരുടെ കയ്യിൽ നിന്ന് കട്ടൻ വാങ്ങി ടേബിളിൽ വച്ചിട്ട് പറഞ്ഞു. എന്ത് പറ്റി മോളെ? കാശിയും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ നീ വന്നപ്പോൾ ഞാനും ഇവിടെ ഇല്ലായിരുന്നു. മോനെ കയ്യിൽ വാങ്ങിയിട്ട് അവർ ചോദിച്ചു. അയ്യോ, അങ്ങനെ പറയാനും മാത്രമുള്ള അസുഖമൊന്നുമല്ല. എല്ലാ മാസവും വിരുന്ന് വരുന്ന വേദന, അത്രയേ ഉള്ളൂ. പറയുമ്പോൾ അപ്പുവിൻ്റെ മുഖം കുനിഞ്ഞുപോയി. മോളിങ്ങനെ കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ ഇരിക്കുന്നത് എന്തിനാ? കുഞ്ഞൊക്കെ വരേണ്ട സമയത്ത് വന്നോളും. അതോർത്ത് മനസ്സ് നോവിക്കരുത്. മനസ്സിൻ്റെ വേദനയാണ് ഈ മുഖത്തും ദേഹത്തുമൊക്കെ കാണുന്ന ഈ വാട്ടം. അപ്പുവിൻ്റെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉഷ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് കാശിയേട്ടനും അമ്മാമ്മയും അമ്മമ്മയും ഐഷുമ്മച്ചിയും ഒക്കെ പറയുന്നത്. അപ്പോൾ എനിക്കും ഒരാശ്വാസം തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എപ്പോഴൊക്കെയോ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്നും പഠിക്കണമെന്നും ജോലി നേടണം എന്നും ഒക്കെയുള്ള എൻ്റെ വാശിക്ക് ദൈവം തന്ന ശിക്ഷയാണോ ഇത് എന്നൊക്കെ ചിന്തിച്ചു പോകും ഞാൻ. പഠിക്കണമെന്നും ജോലി വേണമെന്നുമൊക്കെ പറയുന്നത് തെറ്റല്ലല്ലോ കുഞ്ഞെ. നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ പുറത്തിരിക്കുന്നവൻ അതിലും കൂടുതൽ വിഷമിക്കില്ലേ മോളെ? വിങ്ങുന്ന ഹൃദയത്തോടെ പറഞ്ഞ പെണ്ണിനെ ഉഷ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, ഞാൻ അങ്ങനെ ഈ സങ്കടമൊന്നും എൻ്റെ കാശേട്ടൻ്റെ മുന്നിൽ കാണിക്കില്ല ആൻറ്റി.
എനിക്കറിയാം എന്നേക്കാൾ കൂടുതൽ സങ്കടം എൻ്റെ കാശിയേട്ടനാണെന്ന്. അവൾ സങ്കടം ഒതുക്കി മുഖമൊക്കെ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഇതെടുത്ത് കുടിക്ക്. ദേ ഈ അച്ചു കണ്ണ് നിറച്ചു വെച്ച് ഇരിക്കുന്നുണ്ട്. എൻ്റെ അച്ചുവേ, ഇവിടെ നോക്കിക്കേ. ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നിയ കുഞ്ഞു സങ്കടം പറഞ്ഞതാണ് പെണ്ണെ. അതിന് നീ എന്തിനാ കണ്ണ് നിറയ്ക്കുന്നത്? നീ ഇങ്ങനെ വിഷമിച്ചാൽ എൻ്റെ കുഞ്ഞു പോലും എന്നോട് പിണങ്ങുമല്ലോ. എൻ്റെ അമ്മയെ ഈ അപ്പ കരയിപ്പിച്ചു എന്ന് പറഞ്ഞു. അച്ചുവിൻ്റെ വീർത്ത വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് അപ്പു പറഞ്ഞു. അങ്ങനെയൊന്നും എൻ്റെ മോൻ നിന്നോട് പിണങ്ങില്ല. പറഞ്ഞിട്ട് അച്ചു സങ്കടത്തിൽ തന്നെ അപ്പുവിനെ നോക്കി. അതെന്താ പിണങ്ങാതിരിക്കാൻ? അല്ലേടി അച്ചുവേ, ഇത് മോനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? അപ്പു ആകാംക്ഷയോടെ തിരക്കി. പിന്നെ അല്ലാതെ, ഭാവി അമ്മായിയമ്മയോട് എൻ്റെ മോൻ പിണങ്ങില്ല. അമ്മായിയോ? അച്ചുവിൻ്റെ പറച്ചിൽ കേട്ട് അപ്പു മനസ്സിലാകാതെ അവളെ നോക്കി. അതേലോ, എൻ്റെ ചെറുക്കന് ഒരു 2 വർഷത്തിനകം ഒരു ചുന്ദരിമണിയെ പ്രസവിച്ചിങ്ങ് തന്നേക്കണം. ഞാൻ പറഞ്ഞേക്കാം. അവളുടെ വർത്തമാനം കേട്ട് കണ്ണു മിഴിച്ചിരിക്കുന്ന അപ്പുവിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. 3-4 മാസങ്ങൾ കൂടെ കടന്നുപോയി. അച്ചുവിന് ഒരു മോനുണ്ടായി, കൃഷി എന്ന കിച്ചൂട്ടൻ. അവനെ കാണുന്നത് തന്നെ അപ്പുവിന് വല്ലാത്ത സന്തോഷമാണ്. അവനും അതെ. അപ്പുവിനെ കണ്ടാൽ അവളെ നോക്കി ചിരിക്കാനും ചാടാനുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെക്കൻ. അതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ബാങ്കിൽ നിന്ന് വരും വഴി അച്ചുവിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അവിടെയും ഇപ്പോൾ അഭിയുടെ വീട്ടിലായതിനാൽ അവിടെയും പോയി അവനെ കണ്ടിട്ടേ കാശിയും അപ്പവും തിരികെ രാഗത്തിലേക്ക് വരാറുള്ളൂ. സോണിയും ആദിയും അവരുടെ മോനുമായി ഇടയ്ക്ക് രാഗത്തിലേക്ക് വരും. അതുപോലെ മനുവിൻ്റെ വീട്ടിലും അവർ പോകാറുണ്ട്. ചിലപ്പോൾ കാശിയും അപ്പവും കൂടെ അവർക്കൊപ്പം ഉണ്ടാവും. ആ സമയങ്ങളിലൊക്കെ സേതുവും അരുന്ധതിക്കും മക്കൾക്കൊപ്പം കൂടും. ഇതിനിടെ അമ്ന പഠിപ്പൊക്കെ കഴിഞ്ഞ് പ്രഗത്ഭനായ ഒരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് തുടങ്ങി. അവളും ഫായിസുമൊക്കെ അപ്പുവിനെ കാണാൻ വരും. ജീവിതം അധികം അല്ലലും അലച്ചിലും ഒന്നുമില്ലാതെ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോകെ അപ്പു മെല്ലെ മെല്ലെ മൗനിയാകുന്നത് കാശിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവളെ എങ്ങനെ തിരികെ കൊണ്ടുവരണം എന്ന് മാത്രം അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തനിക്ക് വേദനിക്കും എന്നോർത്ത് തൻ്റെ മുന്നിൽ സന്തോഷം അഭിനയിച്ച് നിൽക്കുന്നവളെ കാണെ അവനും വേദനിക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് എന്ന അവളുടെ ആഗ്രഹം മറ്റാരെക്കാളും മനസ്സിലാകുന്നത് അവനാണല്ലോ. അതിന് ഒരു പരിഹാരം എന്ന പോലെയാണ് ഇരുവരും ഡോക്ടറെ കണ്ടത്. രണ്ടാളുടെയും പരിശോധനയിൽ പറയത്തക്ക പ്രശ്നങ്ങൾ രണ്ടാൾക്കും ഇല്ല. ആകെയുള്ള ബുദ്ധിമുട്ട് അപ്പുവിൻ്റെ തൈറോയ്ഡാണ്. അതിനും അവൾ കൃത്യമായി മെഡിസിൻ എടുക്കാൻ തുടങ്ങി. എങ്കിലും ആ വാർത്തയ്ക്കായുള്ള കാത്തിരിപ്പ് ഓരോ ദിവസവും കാത്തിരിപ്പായി തീരുമ്പോൾ അവർക്ക് അത് സഹിക്കാനാവാത്ത വേദന തന്നെയായിരുന്നു. നിങ്ങൾ നാളെ തറവാട്ടിലേക്ക് പോകുന്നില്ലേ കാശി? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛൻ വിളിച്ചതല്ലേ? വൈകിട്ട് പതുപോലെ കിച്ചൂട്ടനെ കാണാൻ എത്തിയ അപ്പുവിനോടും കാശിയോടുമായി അമൽ തിരക്കി. പോകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ വൈകിയ വേളയിൽ ഹേമയുമായുള്ള ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ലേ? പുച്ഛത്തോടെ കാശി പറഞ്ഞു. എടാ, എന്തായാലും നിന്റെ അച്ഛന് ഇനി ഇങ്ങോട്ടൊരു മടങ്ങിവരവ് ഉണ്ടെന്ന് തോന്നുന്നില്ല. മരിച്ചാൽ ആളുടെ ബോഡി പോലും ആശ്രമത്തിൻ്റെ ചിട്ടകൾക്ക് അനുസരിച്ച് സംസ്കരിക്കണം എന്നല്ലേ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്? അമൽ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് തിരക്കി. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഇതൊക്കെ ആദ്യം പറഞ്ഞുള്ള അറിവാണ് എനിക്ക്, കാശി അലസതയോടെ പറഞ്ഞു. നീ അവനോട് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചില്ലേടാ? എല്ലാം വിശദമായിട്ട് ഒന്ന് അറിഞ്ഞു വെക്കാമായിരുന്നില്ലേ? അമൽ ആലോചനയോടെ ഇരിക്കുന്നവനോട് ചോദിച്ചു. പ്രത്യേകിച്ച് ഞാൻ അവനോട് അച്ഛൻ്റെ കാര്യമൊന്നും ചോദിക്കാറില്ല. അയാളുടെ കാര്യങ്ങളൊന്നും അറിയാൻ എനിക്ക് താല്പര്യവുമില്ല. പിന്നെ തറവാട്ടിലേക്ക് പോയാൽ ആ ഹേമയുടെ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ല. അതെൻ്റെ അപ്പുവിനെ നോവിക്കുന്നത് കൂടെ ആകുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ആ പിശാചിൻ്റെ നട്ടെല്ല് വീണ്ടും ഞാൻ ചവിട്ടി ഓടിക്കും. അത് ആദിക്ക് വീണ്ടും പണിയാവുകയുള്ളൂ. ഹേമയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖമൊന്ന് മുറുകി സ്വരം കടുത്തു. ആ തള്ളയെ തറവാട്ടിലേക്ക് കെട്ടിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. ഇതിപ്പോൾ അതിനെ അവിടെ കൊണ്ടുവന്നത് കാരണം നിങ്ങൾക്കും അങ്ങോട്ടും പോകാൻ പറ്റാത്ത ആയല്ലോ. അല്ലെങ്കിൽ എന്തിനാടാ ഓടി ഓടി പോകുന്നത്? പോയാൽ തന്നെ കുഞ്ഞില്ലാത്തത് ഞങ്ങൾ ചെയ്ത എന്തോ തെറ്റുപോലെയൊക്കെയാണ് അച്ചമ്മയുടെ സംസാരം. പോയിട്ട് വന്നാൽ പിന്നെ 2 ദിവസം എൻ്റെ അപ്പു ആകെ സങ്കടപ്പെട്ട് നടക്കുന്നത് കൂടെ ഞാൻ കാണണം. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്ന നേരമാണ് അവളുടെ മുഖം ഇതുപോലെ ഒന്ന് തെളിയുന്നത്. അമലിൻ്റെയും അച്ചുവിൻ്റെയും മക്കൾക്കൊപ്പം ഇരുന്ന് എന്തോ പറഞ്ഞു കൊഞ്ചിച്ചുകൊണ്ട് ചിരിക്കുന്നവളെ കാണെ വേദനയോടെ കാശി പറഞ്ഞു. എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഒരു കുഞ്ഞിനു വേണ്ടി ഉമയും ഞാനും കാത്തിരുന്നത് 8 വർഷമാണ്. നിങ്ങൾക്ക് അത്രയുമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. കുറച്ചപ്പുറം മാറി അച്ചുവിനോടും ഉമയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നവളെ നനവൂറുന്ന മിഴികളോടെ നോക്കിയിരിക്കുന്നവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അമൽ. എൻ്റെ വിഷമം ഇനിയും കിട്ടാത്ത കുഞ്ഞിനെ ഓർത്തല്ല എൻ്റെ അപ്പു. അവളുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. എൻ്റെ മുൻ അങ്ങനെ സങ്കടഭാവത്തിൽ ഇരിക്കുകയൊന്നുമില്ല. പക്ഷേ ആ ചിരിയും സന്തോഷവുമൊക്കെ ഒരഭിനയമാണെന്ന് എനിക്കല്ലാതെ മറ്റാർക്കാണ് അറിയുക? വേദനയിൽ ചാലിച്ചൊരു ചിരിയോടെ കാശി പറഞ്ഞു. നമുക്കിറങ്ങാമോ കാശിയേട്ടാ? തൻ്റെ കയ്യിൽ ഒട്ടിയിരുന്ന കിച്ചൂട്ടനെ അച്ചുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് കാശിയുടെ അടുത്തേക്ക് വന്ന അപ്പു തിരക്കി. പോകാം. അമ്മ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവനും ബാഗ് കയ്യിലെടുത്തു. ഇറങ്ങട്ടേടാ.
അമലിന്റെ തോളിൽ തട്ടിയിട്ട് അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി എല്ലാവരോടും യാത്ര പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പുവും അവരെയൊക്കെ നോക്കി തലയാട്ടിക്കൊണ്ട് ബുള്ളറ്റിന് പിറകിലേക്ക് കയറിയിരുന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. നമുക്ക് ഒരു 2 ദിവസം ലീവെടുത്ത് എവിടെയെങ്കിലും പോയാലോ അപ്പൂട്ടാ? വീട്ടിലേക്കുള്ള യാത്രക്കിടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന പെണ്ണിന്റെ കൈ പിടിച്ചെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് കാശി ചോദിച്ചു. എവിടേക്ക് പോവാനാണ് കാശിയേട്ടാ? അപ്പു അവന്റെ മുതുകിൽ മുഖം ചായച്ചുകൊണ്ടിരുന്ന് തിരക്കി. കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോകാം, മറ്റാരുമില്ലാതെ നമ്മൾ മാത്രമായിട്ട്, കാശി മെല്ലെയാണ് ചോദിച്ചത്. അപ്പു അതിന് മറുപടി ഒന്നും പറയാതെ ആലോചനയോടെ അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ചോദിച്ചിട്ട് എന്താടാ നീ മറുപടി പറയാത്തത്? പോകാമോ നമുക്ക് എവിടെയെങ്കിലും? വീട്ടിലെത്തിയിട്ടും മറുപടി ഒന്നും പറയാതെ ഇരുന്ന അപ്പുവിനെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അപ്പു ചോദിച്ചു. വേണ്ട, എവിടെയും പോകണ്ട കാശിയേട്ടാ. നമുക്ക് 2 ദിവസം ലീവ് എടുത്ത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വർഗത്തിൽ തന്നെ കൂടാം. ഒരു തിരക്കുമില്ലാതെ ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങി, ഇഷ്ടമുള്ളപ്പോൾ ഉണർന്ന്, ഇഷ്ടമുള്ള സിനിമ കാണാൻ പോയി, ബീച്ചിൽ പോയി, അങ്ങനെ 2-3 ദിവസം നമുക്ക് ഒരു ജോലി തിരക്കുമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്നാലോ? അങ്ങനെ പോരെ കാശിയേട്ടാ? കാശിയുടെ കഴുത്തിൽ കൈ ചുറ്റി അവന്റെ നെഞ്ചോരം ചേർന്ന് ചോദിച്ചു അപ്പു. അങ്ങനെ മതിയോ? അവളുടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനും ചോദിച്ചു. അപ്പു മെല്ലെ ഒന്ന് മൂളി. എന്നാൽ എൻ്റെ അപ്പൂട്ടൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. നാളെ മുതൽ ഒരാഴ്ച കാശിയേട്ടനും അപ്പൂട്ടനും മാത്രമുള്ളൊരു കുഞ്ഞു സ്വർഗമാക്കും നമ്മൾ നമ്മുടെ വീട്. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ തെളിഞ്ഞ മുഖത്തേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്ന കാശിയേട്ടാ? അപ്പു കഴുത്തിൽ വെറുതെ ചുറ്റിയിട്ടിരുന്ന ഷാൾ അഴിച്ചു മാറ്റിക്കൊണ്ട് തിരക്കി. ചുമ്മാ നോക്കിയതാണ്. എൻ്റെ കുറിഞ്ഞിപ്പൂച്ചയുടെ മുഖത്ത് ഈ ഒരു തെളിച്ചം കണ്ടിട്ട് എത്രയോ നാളുകളായടാ. അവളുടെ കുഞ്ഞുമുഖം കൈകളിൽ വാരിയെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് എന്തോ ഇന്ന് എൻ്റെ കാശിയേട്ടനെ ഒത്തിരി സ്നേഹിക്കാൻ തോന്നുന്നു. എൻ്റെ കാശിയേട്ടനാൽ സ്നേഹിക്കപ്പെടാനും തോന്നുന്നു. അവൻ്റെ നെഞ്ചിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ടവൾ മെല്ലെ പറയവേ ആവേശത്തോടെ കാശി അവളുടെ മുഖം ആകെ മുത്തി ചുമപ്പിച്ചു. ഒടുവിൽ അവളുടെ ചുണ്ടുകളെ കടിച്ചു നുകരുമ്പോൾ മാസങ്ങൾക്കിപ്പുറം കുഞ്ഞെന്ന ചിന്തയിലല്ലാതെ ഒന്നായി അലിഞ്ഞു ചേരാൻ കൊതിച്ചു ഇരുവരും. അപ്പൂസേ, തൻ്റെ നെഞ്ചോരം ഒട്ടിക്കിടക്കുന്ന പെണ്ണിനെ ഒന്നുകൂടെ ഒതുക്കി പിടിച്ചുകൊണ്ട് പ്രണയം നിറഞ്ഞ കണ്ണുകളാൽ തഴുകിക്കൊണ്ട് കാശി വിളിച്ചു. വാടി തളർന്നതുപോലെ കിടന്ന പെണ്ണ് ഒന്നും മൂളി. കാശിയേട്ടൻ്റെ കുറിഞ്ഞിപ്പൂച്ചേ. തൻ്റെ നെഞ്ചോരം ചേർന്നിരിക്കുന്നവളുടെ തലയിൽ കവിൾ ചേർത്ത് വെച്ചു കാശി കൊഞ്ചു വിളിച്ചു. മൂക്കുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ഉരസിക്കൊണ്ടവൾ മൂളി. കാശിയേട്ടൻ്റെ കുഞ്ഞിന് ഇന്ന് എവിടെയാ പോകേണ്ടേ? അവളെ പൊതിഞ്ഞു പിടിച്ചു ആ തഗ്നമായ ചുമലിൽ മുഖം ചേർത്ത് വെച്ചു അവൻ തിരക്കി. ഇന്ന് നമുക്ക് എങ്ങോട്ടും പോകണ്ട, ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. പറഞ്ഞിട്ട് അവനെ ഒന്നുകൂടെ മുറുകെ ചുറ്റി പിടിച്ചിരുന്നു അപ്പു. ഇവിടെ ഇരിക്കുന്നതൊക്കെ എനിക്കും ഇഷ്ടമാണല്ലോ. പക്ഷേ നിന്റെ കാശിയേട്ടൻ വെറുതെ ഇരിക്കുമെന്ന് അപ്പൂട്ടന് തോന്നുന്നുണ്ടോ? അവളുടെ ദേഹത്ത് അവിടെയും ഇവിടെയുമൊക്കെ അമർത്തി ഞെരിച്ചുകൊണ്ടവൻ ചോദിച്ചു. വെറുതെ ഇരിക്കാൻ ഞാൻ പറഞ്ഞോ? അവൻ്റെ കൈവിരലുകളുടെ ചുണ്ടുകളുടെയൊക്കെ ചലനത്തിൽ വിറച്ചുകൊണ്ട് അപ്പു മെല്ലെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറയണ്ടേ എൻ്റെ കള്ളിപ്പൂച്ചെ? അപ്പുവിലേക്ക് അമർന്നുകൊണ്ട് കാശി പറഞ്ഞു. കരിഞ്ഞുപോയ ഒരാഴ്ചക്കാലം അവർ ഇരുവരും മനസ്സിൽ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതമായിരുന്നു. ഇഷ്ടമുള്ള സിനിമ കണ്ടും ബീച്ചിലും മാളിലുമൊക്കെ കറങ്ങി, ഇഷ്ടമുള്ളതുപോലെ ഓരോന്ന് വാങ്ങിക്കൂട്ടിയും കറങ്ങി നടന്നും, പിന്നെ വീട്ടിലെത്തിയാൽ പരസ്പരം ആവേശത്തോടെ മടുപ്പില്ലാതെ പ്രണയം പകർന്നും, ഇഷ്ടമുള്ളപ്പോൾ ഉണർന്നും ഉറങ്ങിയും ഒക്കെ കഴിഞ്ഞുപോയ ഒരാഴ്ച രണ്ടാൾക്കും ഒരിക്കലും മറക്കാനാവാത്ത മധുരം നിറഞ്ഞതായി തീർന്നിരുന്നു. ഇനിയും നമുക്ക് ഇടയ്ക്കിടെ ഇതുപോലെ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ആഘോഷിക്കണം കേട്ടോ അപ്പൂസേ. ലീവൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ബാങ്കിൽ പോകാൻ റെഡിയായി ഇറങ്ങിയ പെണ്ണിനെ ചുറ്റിപ്പിടിച്ച് ചുണ്ടിലെ മധുരം ആവോളം നുകർന്നെടുത്ത് അവളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ കാശി പറഞ്ഞു. ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത ലീവ് എടുക്കുന്ന കാര്യമാണോ കാശിയേട്ടാ പറയുന്നത്? ചുവന്നുപോയ ചുണ്ടിൽ ലിബാം പുരട്ടിക്കൊണ്ട് നേർത്തൊരു ചിരിയോടെ അപ്പു പറഞ്ഞു. പോകാനേ തോന്നുന്നില്ല എൻ്റെ അപ്പൂട്ട. നിന്നെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഈ വീടിനുള്ളിൽ ഇരിക്കാൻ തോന്നുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷാളെടുത്ത് കഴുത്തിൽ ചുറ്റിയിടുന്നവളെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് കാശി പറഞ്ഞു. അയ്യേ, അങ്ങോട്ട് മാറിക്കേ. വന്ന് എൻ്റെ കാശിയേട്ടൻ ആകെ ഒരു പഞ്ചാര കുഞ്ചു ആയല്ലോ. അപ്പു അവനെ തള്ളി നീക്കിക്കൊണ്ട് ചിരി അടക്കി പിടിച്ചു പറഞ്ഞിട്ട് അവൻ്റെ കവിളിൽ ഒന്ന് നുള്ളി. ബാങ്കിൽ പോകാൻ വല്ലാത്ത മടി തോന്നുന്നടി പെണ്ണെ. അവിടെ പോയാൽ പിന്നെ ഇങ്ങനെ അടുത്തേക്ക് പോലും നീ വരില്ല. ഇനി നിന്നെ ഒന്ന് അടുത്ത് കിട്ടണമെങ്കിൽ വൈകുന്നേരം 5 മണി കഴിയണം. എനിക്കെൻ്റെ അപ്പൂട്ടനെ അങ്ങ് കണ്ടു മറിഞ്ഞ് കൊതി തീരാത്തതുപോലെ. ഇന്നൊരു ദിവസം കൂടെ നമുക്ക് ലീവാക്കിയാലോ? അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ഒരുത്തൻ പറഞ്ഞു. അയ്യേ, ഇതെന്തൊക്കെയാണ് എൻ്റെ പഞ്ചാര കുഞ്ചു മാനേജർ പറയുന്നത്? പോയി ബാഗൊക്കെ എടുത്തു വന്നേ, നമുക്ക് ഇറങ്ങാൻ നേരമായി. അവൻ്റെ മടി പിടിച്ചുള്ള നിൽപ്പും മുഖത്തെ കള്ളലക്ഷണവും കാണെ ഇനിയും നിന്നാൽ പന്തിയല്ല എന്ന് മനസ്സിലാക്കി അപ്പു അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് കൊണ്ട് പറഞ്ഞു. അപ്പുവേ, ലീവിൻ്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? ബാഗിൽ അവൾ ലഞ്ച് എടുത്ത് വയ്ക്കുന്നത് കാണെ കാശി ഒന്നുകൂടെ അവളോട് ചേർന്ന് നിന്ന് പറഞ്ഞു. എന്നാലൊരു കാര്യം എൻ്റെ പഞ്ചാര കുഞ്ചു ഇന്ന് ലീവെടുത്ത് വീട്ടിലിരുന്നോ. ഞാൻ ജോലിക്ക് പോവുകയാണ്.
അപ്പു അവളുടെ ബാഗും എടുത്ത് ഇറങ്ങാൻ നേരം അവൻ്റെ മീശയിൽ പിടിച്ച് വലിച്ചു വിട്ടിട്ട് പറഞ്ഞു, ആ ഡി, മീശ പിടിച്ച് വലിക്കാതെ, വേദനിക്കും. അപ്പുവിൻ്റെ കൈ പിടിച്ചു മാറ്റി മീശയൊന്ന് തഴുകി പിരിച്ചു വെച്ചുകൊണ്ടവൻ പറഞ്ഞു, വരുന്നുണ്ടേ ഇങ്ങോട്ട് വന്ന കാശിയേട്ടാ, സമയം പോകുന്നു. ഇല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ ബസ്സിന് പൊയ്ക്കോളാം. പറഞ്ഞുകൊണ്ട് അപ്പു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ഇനിയിപ്പോൾ നീ കൂടെയില്ലാതെ ഞാൻ ഇവിടെ നിന്നിട്ടെന്തിനാ? അവൾക്ക് പിന്നാലെ ഇറങ്ങി വാതിൽ പൂട്ടുമ്പോൾ വീർത്ത മുഖത്തോടെ കാശി പറഞ്ഞു. അപ്പു ആണെങ്കിൽ അവൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരി അടക്കി പിടിച്ച് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. പോകാം, കയറിക്കോ. അത്ര തെളിച്ചമില്ലാത്ത മുഖത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പുവിനെ നോക്കി കാശി. അവൾ പെട്ടെന്ന് പിന്നിൽ കയറിയിരുന്ന് അവൻ്റെ വയറിലൂടെ കൈ ചുറ്റി പിടിച്ച് അവൻ്റെ തോളിൽ മുഖം ചേർത്തതും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി.